കുറേ ആൾക്കാരുണ്ട് പൈസ ഉണ്ടാക്കുന്ന കോടീശ്വരന്മാരാവണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ട്രേഡിങ് നിർത്തിയിട്ട് കോടീശ്വരന്മാരാവുക പറഞ്ഞ് നമ്മുടെ ഇമോഷണൽ അത്ര സെറ്റ് ആവണം. മതി. തൽക്കാലം ഇത് റേഞ്ച് ബോണ്ടിലാണ്. ഇത് 1918 റേഞ്ചുകളിലേക്ക്. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത വഴി ഞങ്ങൾ ആരും ചാടി കയറി ട്രേഡ് എടുക്കാൻ നിൽക്കരുതേ. അത് കഴിഞ്ഞിട്ടൊരു ഫുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ നിങ്ങളതൊന്ന് പഠിക്കുക. അപ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ നല്ല ക്ലോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷമയോടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നു. എല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു കൺസോളേഷൻ സംഭവിക്കും കേട്ടോ. ഈ കൺസോളേഷൻ സംഭവിച്ച് ഈ കൺസോളേഷൻ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എൻട്രീസ് നമുക്ക് താഴത്തേക്ക് എടുക്കാം. അതെ, കേട്ടിട്ടുണ്ട്. ഇന്നസെന്റ് പറയണ പോലെ വലിയ സംഭവമൊക്കെ ഇങ്ങനെ പറയാ. പ്രോഫിറ്റ് ഒന്നല്ലോട് ഇപ്പോഴും. ഞാനിപ്പോൾ ഇത് പറയട്ടെ, ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് എന്തായാലും ഇപ്പോൾ ഇതും ഇരിക്കുകയാണ്. ഇമോഷണലി നമ്മളെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിലല്ലോ നമുക്ക് ട്രേഡൊന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വരി നമുക്കിത് കുറച്ച് നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പോൾ ട്രേഡിങ് തുടങ്ങി കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രൂപ്പായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് നമുക്ക് ഇതേപോലെ ക്ഷമയോടെ ഇരിക്കാനും ഒക്കെ നമുക്കൊന്ന് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫ്രീ ആണ്. നമുക്ക് എല്ലാവരും ചുമ്മാ ഒന്ന് ഡിസ്കോഡിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മുടെ കൂടെ കൂടിക്കോ, നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇത് ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ കിട്ടി. അതിന് ശേഷം നമുക്കൊരു സ്വീപ്പ് നടത്തിയിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഈ ഒരു സെക്ഷൻ കൂടി കിട്ടണം എന്നാൽ ഓക്കെ. അതിന് ശേഷമുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓക്കെ നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇതിൽ എൻട്രി കൊടുത്തോ, SL ഇതിൻ്റെ മുകളിൽ കൊടുക്കുക, ഈ ക്യാൻഡിലിന് താഴെ. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 8 എന്നാണ്, 8 അതിൻ്റെ ആ സ്വിങ്ങിൻ്റെ ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ ആയിട്ട് വയ്ക്കാം. ഈ സ്വിങ്ങിൻ്റെ ലോ ആയിട്ട് വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, എൻട്രി എടുക്കാൻ പറ്റുന്ന ഏരിയയാണ് കേട്ടോ. ധൈര്യമായിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണ്ടേ? എന്തായാലും SL ടാർഗറ്റ് എടുത്തു കഴിഞ്ഞില്ലേ, ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാം, വലിയ കാര്യമായിട്ട് പറയാം. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. എത്ര എക്സ്പീരിയൻസ് ആയാലും നല്ല രീതിയിൽ ഇമോഷണൽ എഫക്റ്റ് ചെയ്യും. ഇമോഷണലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതേപോലെ റിസ്ക് റിവാർഡും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ വലിയ ഡയലോഗ് അടിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല മച്ചന്മാരെ, വെറുതെയാണ്. പൈസ ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാക്കായിരിക്കും വലിയ എമൗണ്ടുകളൊക്കെ ഇട്ടിട്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലെ പാവപ്പെട്ടവർ 10, 15, 20 വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇമോഷണൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സംശയം തോന്നിയില്ലല്ലോ അത് റിപ്ലൈ ഇടുന്നത്? അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക, പിന്നെ അതേപോലെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ ഇത് എൻട്രി എടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ എൻട്രി എടുത്തൊരു സെറ്റപ്പാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ടൊരു സെറ്റപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലായ്പ്പോഴും പ്രോഫിറ്റ് അല്ല, പിന്നെ നമുക്ക് കൂടെ നിൽക്കുക. പ്രോഫിറ്റ് ആയവരും അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് നല്ലൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഡിസ്കഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, എല്ലാവരും ഒപ്പം വളരട്ടെ. നമുക്ക് പറയുകയാണ് ഇപ്പോൾ വലിയ നമുക്ക് പറയാം ട്രേഡിങ്ങിൽ ഇത് അത്രയും പൈസ ഉണ്ടാക്കി ഇതൊക്കെ സഹായിച്ചുകൂടെ എന്ന ആൾക്കാരെ നമുക്ക് ഇന്ന് ആരെങ്കിലും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാർ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തോടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വേറെ യാതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ കോഴ്സ് സെല്ലിങ്ങോ ഒന്നുമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.